ഇത് ഓൺ ചെയ്യുമ്പോഴാണല്ലോ ഇത് പോണത്. നമസ്കാരം, ഞാൻ മൊയ്തീൻ ഷാ, ഈ ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാന്യരെ, ഇതൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ മുഖവുര എടുത്തത്. മൊയ്തീൻ ഷാ, ഞാൻ 1959 വിമോചന സമരത്തിലൂടെയാണ് ഏതാണ്ട് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത്. അതിനുശേഷം നീണ്ട 62 വർഷക്കാലം പൊതുരംഗത്ത് ചെറിയ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പല പാർട്ടികളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. KT മുഹമ്മദ് എഴുത്തുകാരൻ പറയുന്ന പോലെ ഒരു പൂവിൻ്റെ ആത്മാവിനെ അറിയാൻ വേണ്ടി 100 കണക്കിന് പൂവിനെ കശക്കി എന്ന് പറയുന്നത്. അതുപോലെ മനസ്സിൽ ചെറുപ്പത്തിൽ പതിഞ്ഞ ഒരു പേരാണ് ഫിറോസ് ഗാന്ധി. ഫിറോസ് ഗാന്ധിയെ നിങ്ങളെല്ലാവരും അറിയുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് എന്നല്ലേ. ഞങ്ങളുടെ ഗ്രൂപ്പും അറിയപ്പെടുന്നത് അങ്ങനെയല്ല. ഇന്ത്യയിൽ നിസ്വാർത്ഥനായ, നിഷ്കളങ്കനായ, അഴിമതിയുടെ യാതൊരു ലാഞ്ചനയില്ലാത്ത, പൊതുജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച, അകാലത്തിൽ നിര്യാണമടഞ്ഞ ഒരു മഹാപ്രതിഭയായിരുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ലണ്ടനിലൊക്കെ പഠിച്ചു വന്ന ഒരാളാണ്. പക്ഷെ ആ മനുഷ്യൻ മരിച്ചതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സോ ഇന്ദിരാഗാന്ധിയുടെ മക്കളോ ആ മക്കളുടെ മക്കളോ ഒന്നും കോൺഗ്രസ്സുകാർ പോലും മറന്നുപോയി. അങ്ങനെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോയ ഒരു മനുഷ്യനാണ് ശ്രീ ഫിറോസ് ഗാന്ധി. ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, ഭാരതീയ എന്ന നിലയിൽ നമ്മൾ സ്മരിക്കേണ്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. കാരണം ഇന്ന് ജീവിച്ചിരിക്കുന്നതിലും മരിച്ചവരുമായ രാഷ്ട്രീയക്കാരിൽ ഏതാണ്ട് 99% ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ സാമ്പത്തിക അഴിമതി എന്ന് പറയുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ പോയിട്ടുണ്ട്. അതായത് പണം ഉണ്ടാക്കാനുള്ള മാർഗത്തിൻ്റെ പുറകെ പോയെന്ന് പറയുന്നു. അങ്ങനെ പോകാത്ത ഒരാളാണ് ശ്രീമാൻ ഫിറോസ് ഗാന്ധി. എനിക്കിന്ന് ഇന്ത്യയിൽ ജീവിച്ച് മരിച്ചതിൽ ഏറ്റവും ഒരു മാന്യനായിട്ട്, ഫിറോസ് ഗാന്ധി മകൻ രാജീവ് ഗാന്ധി മാന്യതയ്ക്ക് ഒരു കുറവൊന്നുമില്ല. പക്ഷേ എങ്കിലും പുള്ളിക്ക് ഭരണത്തിൽ വന്നപ്പോൾ അതിൻ്റെതായ ചില ഷോർട്ടേജ് ഉണ്ടായി. മാന്യനായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അത് 112ാമത് ജന്മവാർഷികമാണ് ഈ കൊല്ലം 2025. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചിട്ട് ഈ വരുന്ന 2025 ഡിസംബർ 28 ഞായറാകുമ്പോൾ 140 പൂർണ്ണ വർഷം കഴിയും. ആ 140 പൂർണ്ണ വർഷം കഴിയുന്ന അന്ന് ബോംബെയിൽ വെച്ച് ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയാണ്. അതാണ് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പല മേഖലയിൽ പ്രവർത്തിച്ച് കഴിഞ്ഞ വർഷം 111ാമത് ജന്മദിനമൊക്കെ ഫിറോസ് ഗാന്ധി ആഘോഷിച്ച് അങ്ങനെ ചെറിയ ഇതിലൊക്കെ വളരെ കറങ്ങി തിരിഞ്ഞാണ് അവസാന കൈയാണ് നമ്മൾ ഈ പാർട്ടി രൂപീകരണത്തിന് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ അന്ത്യം അവസാനം എന്ന് വെച്ചാൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ച് നമ്മൾ അവസാനം കോൺഗ്രസിലേക്ക് തന്നെ വരുന്നു. പക്ഷെ അന്ന് കോൺഗ്രസിൽ ഒരു 4 മെമ്പറായതെങ്കിൽ ഇന്ന് ആ പ്രസ്ഥാനത്തെ നയിക്കുന്ന ഒരാളായിട്ടാണ് വരുന്നത്. വ്യത്യാസം. അതെനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ ജന്മനാടായ സൗത്ത് വാഴക്കുളം കോൺഗ്രസ് നേതാക്കൾക്കാണ്. കാരണം അവർക്ക് മനസ്സിലായി മൊയ്തീൻ ഷാ ഇങ്ങനെ ഒരു വാഴക്കുളം പഞ്ചായത്തിൽ ഒതുക്കിയാൽ പോരാ, അദ്ദേഹം പുറത്ത് പോയി വികസിക്കേണ്ട ആളാണ് തോന്നിയ ബുദ്ധിമാന്മാർ പിന്നെ INTUC ലെറ്റർ പാഡ് അടിച്ചിറക്കി എന്നൊരു ആരോപണം കൂടും. അന്ന് ഈ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ചപ്പോൾ അഡ്വക്കേറ്റ് AK അബ്ദുൽ വാഹിദ് എൻ്റെ അളിയനും കൂടിയാണ്. അദ്ദേഹം EMSൻ്റെ കോട്ടേജ് താമസിച്ചാണ് പഠിച്ചത്. പാർട്ടിയിൽ അത്ര പ്രാഗൽഭ്യം തെളിച്ചാലും വിശ്വസ്തനും കഴിവുള്ള ആളുമാണ്. അന്ന് അവിടെ പുള്ളിക്ക് ചോദ്യം ചെയ്യാൻ പറ്റിയ നേതാക്കളും ഉണ്ടായില്ല. അപ്പം അദ്ദേഹത്തിന് പഞ്ചായത്ത് ഇലക്ഷൻ നേരിടാൻ അന്ന് ആ ഭാഗത്ത് ആർക്കും ധൈര്യം ഉണ്ടായില്ല. അങ്ങനെ ശ്രീമാൻ TH മുസ്തഫ സാഹിബ്
എന്നോട് ചോദിച്ചു. അന്ന് ഞാൻ ആ പള്ളിയുടെ പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടെ കത്തി മോദത്ത് കല്ല് വെച്ചാൽ കത്തിങ്ങളുടെ സമയമാണ്. എൻ്റെ 28-30 വയസ്സാണ്. മുസ്തഫ സാഹിബ് എന്നോട് ചോദിച്ചു, ഷാ എന്ത് പറയുന്നു ചോദിച്ചു. ഞാൻ പാർട്ടി പറഞ്ഞാൽ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിന്ന് മത്സരിച്ചിട്ട് മൂർധന്യ ദശ വന്നപ്പോൾ 2 മണിയപ്പോഴും അടിയുണ്ടാക്കി അവസാനം 3-4 വോട്ടിന് എനിക്ക് തോൽക്കേണ്ടി വന്നു. അത് ജയിക്കുമെന്ന് പൂർണ്ണ ബോധ്യം വന്നപ്പോഴാണ് ആ സംഭവം ഉണ്ടാക്കിയത്. അത് വേറൊരു കഥയാണ്. ഏതായാലും അന്ന് അങ്ങനെ വന്നപ്പോൾ എൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിട്ട് ചാർജ് ചെയ്തു. എനിക്ക് അടുത്ത വാർഡിൽ മത്സരിച്ച ഒരു ഹിന്ദു സഹോദരിയുണ്ട്, അത് അമ്മ ഇന്ദിരാദേവി. അവർ വനിതാ വികണ്ടി അങ്ങനെ 3 സ്ഥാനാർത്ഥി പത്മാപടാരുണ്ട്, അത് അങ്ങനെ 3 കൊടുത്തത്. അതിൻ്റെ ഒരു ലെറ്റർ പാട് ഞാൻ അടിച്ചു ശരിയാണ്. അത് എന്നെ പ്രസിഡൻ്റായി തന്നെ ചോദിച്ചത്. അത് ഞാൻ INTUC ആണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 4 കോൺഗ്രസ് അല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങിപ്പോന്നതാണ്. അതാണ് ശരി. കാലക്ക് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ചാക്യാത്ത് ഓട്ടംതുള്ളിൽ കുഞ്ചൻ നമ്പ്യാർ മീഴാവോളിയിൽ എന്തോ തെറ്റിച്ച് പുള്ളി ഓട്ടംതുള്ളി ഓടിക്ക് പ്രസിദ്ധി ആയതുപോലെ അങ്ങനെ വന്ന് ഇപ്പം ഞാൻ ഒന്നും ആയി എന്നല്ല, എങ്കിലും രാഷ്ട്രീയത്തിൽ കുറച്ചൊക്കെ പ്രവർത്തനശൈലി പല ചിലർക്കും സഹായം ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ 2 കാര്യമാണ് ലോകത്ത്. ഒന്ന് ഇൻവേർഷൻ ആൻഡ് ഇമിറ്റേഷൻ. ഒന്നിൽ നമുക്ക് സ്വീകരിക്കുക, തള്ളിക്കളയാം. ചില കാര്യം നമ്മൾ മനസ്സിലാക്കിയ ശേഷം അത് നമുക്ക് ഇഷ്ടമായി തള്ളിക്കളയാം അല്ലെങ്കിൽ സ്വീകരിക്കുക. ആ 2 ലെഗാണ് ലോകത്തുള്ളത്. ഇൻവേർഷൻ ആൻഡ് ഇമിറ്റേഷൻ ആർ 2 legs ഇൻ ദ വേൾഡ് നാം. അപ്പം അങ്ങനെ ഉരുപടി മേഖലയിൽ പ്രവർത്തിച്ച് ഒരു സകലകല വല്ലഭനല്ലെങ്കിലും ബഹുമുഖ പ്രതിഭയാണെന്ന് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് സർവ്വശ്രീ പട്ടമൊക്കെ കഴിഞ്ഞ വർഷം ഗോവയിൽ വെച്ച് തന്നത്. അത് ഹിന്ദു മസൂർ കിസാൻ പഞ്ചായത്തിൻ്റെ ദേശീയ സമ്മേളനത്തിൽ വെച്ചാണ്. എന്തുവാകട്ടെ, അങ്ങനെ ഞങ്ങൾ ജനതാദൾ നാഷണലിസ്റ്റ് എന്ന പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ഈ ആശയം നേരത്തെ കിടപ്പുണ്ട്. പക്ഷെ അതിൻ്റെ പാർട്ടിയൊന്നും പറഞ്ഞില്ല. പക്ഷെ കഴിഞ്ഞ കുറേ ദിവസം 2 ആഴ്ച മുൻപ് ഞാനിതെല്ലാം എൻ്റെ പാർട്ടി മീറ്റിങ്ങിൽ പറഞ്ഞപ്പോൾ അവരെല്ലാം 100 കൈയാൽ 2 കൈയാൽ സമ്മതിച്ചു ഏകപക്ഷമായിട്ട്. അങ്ങനെയാണ് 2025 ഡിസംബർ മാസം 28-ാം തീയതി ഞായറാഴ്ച 3 മണിക്ക് ബോംബെയിൽ വെച്ച് ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം, അനൗപചാരിക ഉദ്ഘാടനം കഴിഞ്ഞ് അത് സ്വാഗത സംഘം കമ്മിറ്റി വെച്ചു, അല്ലെങ്കിൽ പിന്നെ സംഘാടക സമിതി, സ്വാഗത സംഘം ഒരു പണ്ട് വരെ സംഘാടക സമിതി ഇട്ട് അതിൻ്റെ പ്രസിഡന്റ് ഒരു സുരീന്ദർ സിംഗ് സേത്തി, ജനറൽ സെക്രട്ടറിയുടെ പേര് വെച്ച് ബാക്കി കുറേ കമ്മിറ്റിയൊക്കെ ഇട്ട് അങ്ങനെ മുന്നോട്ട് പോകണം. അന്ന് വേറൊരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ മലയാളി സമാജം കേട്ട് ബോംബെയിൽ ബന്ധപ്പോഴേ അവരിൽ ഒരു നിർദ്ദേശം വെച്ചു. നിങ്ങളേതായാലും തലസ്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുകയാണല്ലോ, ഞങ്ങളൊക്കെ TV കൂടിയൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ അന്ന് ബോംബെ മലയാളി സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു തലസ്ഥാനം മധ്യകാലത്തിൽ അനിവാര്യം എന്ന വിഷയത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചാലോ. അങ്ങനെ അത് നല്ല കാര്യമല്ലേ. അങ്ങനെ ആ പരിപാടിയുണ്ട്. അതുകൂടാതെ ഫിറോസ് ഗാന്ധിയുടെ 112 ജന്മവാർഷികം. ഈ 3 പരിപാടി നിങ്ങൾ ആദ്യമായിട്ട് എല്ലാവരും ക്ഷണിക്കുകയാണ്. ഇനി ഒരു രാഷ്ട്രീയ മാറ്റത്തിനോ രാഷ്ട്രീയ രൂപീകരണമൊന്നും നമുക്ക് താല്പര്യമില്ല, സമയമില്ല. ഇത് ഏതാണ്ട് ജനതാദൾ നാഷണലിസ്റ്റ് എന്ന സംഘം രൂപീകരിക്കാൻ ഡൽഹിയിൽ ചേർന്നപ്പോൾ 127 പേരുണ്ടായിരുന്നു. ആ 127 പേരിൽ ഒരുപക്ഷെ ഏറ്റവും കഴിവ് കുറഞ്ഞവരും പ്രാപ്തിയും ഞാനായിരുന്നു. അത് 126 ഒന്നൊന്നും വെച്ചാണ്. പക്ഷെ കമ്മിറ്റി ചർച്ച വന്ന് രൂപീകരണ സമയത്ത് ആര് പ്രസിഡന്റ് ആകണം എന്ന് ചർച്ച വന്നപ്പോഴേ എല്ലാവരും കൂടി എൻ്റെ പേര്, അപ്പോൾ എൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കുള്ള യോഗ്യതയില്ല, എനിക്ക് കൂടി വന്നൊരു ജില്ലാ പ്രസിഡന്റ് അത് വരെയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന് ബാക്കി 126 പേരും വൈകണ്ഠൻ പറഞ്ഞത് അത് തന്നെയാണ് നിങ്ങളുടെ യോഗ്യത. നിങ്ങൾ 67 വർഷക്കാലത്ത് പൊതുരംഗത്ത് പ്രവർത്തിച്ചിട്ട് ഇതേവരെ ഒരു അഴിമതി കേസോ. അപ്പോൾ അങ്ങനെ ആയില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ അന്ന് ദേശീയ പ്രസിഡന്റ് എന്നെ എടുത്ത് ഞാൻ 1 വർഷമായിട്ട് അതിന് വേറെ സുരീന്ദർ സിംഗ് സേത്തിയെ പ്രസിഡൻ്റാക്കി വെച്ച് മുന്നോട്ട് പോയതൊക്കെ. ഒരു കാര്യം ശരിയാണ്, ഇപ്പോൾ ഫിറോസ് ഗാന്ധിയോട് ഉപമിക്കാമെന്നോ ഞാൻ ആളല്ല, എന്നെ അതിന് വലിപ്പമില്ലെന്ന് എനിക്കറിയാം, ഞങ്ങൾക്കെല്ലാം കുറേ. എങ്കിലും അദ്ദേഹത്തെ പോലെ ഒരു അഴിമതിക്കാരൊന്നുമല്ല, ജനങ്ങളെ കഴിയുന്ന സഹായം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പിന്നെ ഇനി
ഡൽഹിയിൽ വെച്ച് അല്ല ബോംബെയിൽ വെച്ചാണ് ബോർഡിൽ നിന്ന് ഫൈനൽ തീരുമാനം. അന്ന് വിശദമായ ഒരു കമ്മിറ്റിയെ കൂടി തിരഞ്ഞെടുക്കും. അത് അന്ന് യോഗം എന്ത് തീരുമാനിക്കും അത് നമ്മൾ അംഗീകരിക്കും, അത്രേ ഉള്ളൂ. അതായത് മത്സരിക്കണ്ട എന്ന് പറയുന്നു, ഞാൻ മത്സരിക്കും എന്ന് പറയുന്നത് രണ്ടും തെറ്റാണ്. രാഷ്ട്രീയത്തിൽ എന്താണ് പാർട്ടിയുടെ പൊതുയോഗത്തിൽ പറയുന്നതാണ് തീരുമാനം, അത് അനുസരിക്കുക. നിങ്ങൾ മത്സരിക്കുമെന്ന് പാർട്ടി പറയുകയാണെങ്കിൽ മത്സരിക്കണം, അല്ല മത്സരിക്കണ്ട എന്ന് പറഞ്ഞാൽ മത്സരിക്കണ്ട. അല്ല ഞാൻ മത്സരിക്കില്ല എന്ന് നല്ലതൊക്കെ പറയും, അതും ശരിയല്ല. മത്സരിക്കുമെന്ന് പറഞ്ഞാൽ ശരിയല്ല, രണ്ടും തെറ്റാണ്. അപ്പോൾ ഏതായാലും ഈ അതിസങ്കീർണമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങളൊന്നും മനസ്സിലാക്കുക. 20% വരുന്ന മുസ്ലിം സമുദായം ഇന്ത്യയിൽ, കേരളത്തിൽ 40%. പക്ഷേ അതിൽ മാന്യ ഒരു അംഗീകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കൊടുക്കാൻ പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കും, നമ്മൾ ഈ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് രൂപീകരിക്കുന്നത് ഒരിക്കലും കോൺഗ്രസ് എതിരായിട്ടില്ല. ഇന്നത്തെ ചില പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസ് ചില നേതാക്കളുടെ എതിർപ്പോണറില്ല, കുറേയധികം ആൾക്കാർ പുറത്ത് നിൽക്കുകയാണ്, കോൺഗ്രസിൽ നിന്ന് പുറത്ത് നിൽക്കുകയാണ്. അവർക്കൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ BJPക്ക് പോകാൻ പറ്റില്ല. കോൺഗ്രസ് സംസ്കാരം തന്നെയാണ്. അങ്ങനെ പുറത്ത് നിൽക്കുന്നവരോട് ചേർത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തി പകരുന്നല്ലാതെ അവർ എതിർക്കാൻ വേണ്ടിയില്ല. ഇവിടെ പല പാർട്ടി രൂപീകരിക്കും, ഒന്നുകിൽ സംഘവിരോധം, RS വിരോധം, അല്ലെങ്കിൽ മുസ്ലിം വിരോധം, അല്ലെങ്കിൽ കോൺഗ്രസ് വിരോധം. നമുക്കങ്ങനെ ആരോട് പ്രത്യേക വിരോധമല്ല, പ്രത്യേക സ്നേഹവുമില്ല. പ്രശ്നാധിഷ്ഠിതമാണ് ഞങ്ങളുടെ തീരുമാനം. പ്രശ്നത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് നല്ലതാണെങ്കിൽ ആര് പറഞ്ഞാൽ സ്വീകരിക്കും, ചീത്തയാണ് സ്വീകരിക്കില്ല. ആ നിലയ്ക്ക് കോൺഗ്രസിനെ എതിർത്തുകൊണ്ടല്ല ഈ പ്രസ്ഥാനം വരുന്നത്. അതേ സ്ഥാനത്ത് കോൺഗ്രസിന്റെ ഇന്ന് സഹകരിക്കാതെ മാറി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഒരു അവസരമാണ്, ആ അവസരം കൊടുക്കുകയാണ്. തന്നെയുമല്ല, ഒരു മുസ്ലിം നേതാവിൻ്റെ പോരാ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞത് വട്ടത്താടിയോ അല്ലെങ്കിൽ മൂട്ടി കൊടുത്ത മുണ്ടോ അല്ലെങ്കിൽ താഴ്മോ ഒന്നും അല്ല, അതൊക്കെ ഇരിക്കട്ടെ. അതിനേക്കാൾ ഉപരി മനുഷ്യസ്നേഹിയായ, രാജ്യസ്നേഹിയായ, പ്രജാവത്സരായ, അഴിമതിയും ചെയ്യാത്ത ഒരു എന്ന സാമാന്യ ലോക പരിചയമുള്ള കുറച്ച് കായിക ഗ്രഹിക്കാൻ കഴിവുള്ള ആൾ, അങ്ങനെ ഒരു ആളുടെ ഷോർട്ടേജ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. ഏതാണ്? ഒരു മുസ്ലിം നേതാവിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലേക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കുക എന്നുകൂടി നമ്മുടെ ഈ യോഗത്തിൽ ചർച്ചയുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ പാർസി ഗ്രൂപ്പാണ് ഈ ഫിറോസ് ഗാന്ധി, പാർസി ഗ്രൂപ്പാണ് ടാറ്റ. ഇന്ന് ടാറ്റയാണ് ഇന്ത്യയിലെ ഏതായാലും ഇപ്പോഴും അതിൻ്റെ ബിസിനസ്സിൽ കയറി നിൽക്കുന്നത്. എങ്കിലും സാമ്പത്തികമായിട്ട് അവരെല്ലാം ഉന്നതിയിലാണെങ്കിലും അവർ രാഷ്ട്രീയമായിട്ട് അവരാരും തന്നെ കാര്യമായിട്ടില്ല. ആകെ ഉണ്ടായി എന്ന് പറഞ്ഞ് ഈ ഫിറോസ് ഗാന്ധിയാണ്. അതിനുശേഷം നാളിതുവരെ അറിയപ്പെടുന്ന ഒരു പാർസി നേതാവ് ഇന്ത്യയിലില്ല. പാർസികൾക്കുള്ള ഗുണം എന്ന് വെച്ചാൽ ആർക്കും അവരെതിരില്ല. പാർസി BJP ഹിന്ദു എതിരല്ല, മുസ്ലിം എതിരല്ല, ക്രിസ്ത്യാനി എതിരല്ല, ഒന്നും എതിരല്ല. കാരണം അവർ അങ്ങനെ പോകുന്നില്ല. കുറച്ച് ആൾക്കാരുള്ളൂ, വളരെ സമ്പന്നരുമാണ്, വളരെ സംസ്കാരമുള്ളവരുമാണ്. അതുകൊണ്ട് അവിടുന്ന് ഒരാളുടെ പേരിലാണ് എന്ന് പറയുമ്പോൾ ആദ്യം ശത്രുത അല്ലെങ്കിൽ എതിർപ്പ് കുറയും. അവരിൽ നിന്ന് ഏറ്റവും സീനിയറായിട്ട് ഒരാളെയാണ് നമ്മൾ സാധിക്കുമെങ്കിൽ അന്നത്തെ ഉദ്ഘാടനം വച്ചിരിക്കുന്നത്. അതൊന്നും തീരുമാനിച്ചല്ല, അതൊക്കെ ബോംബെ ചെന്ന് അവരോട് കണ്ട് സംസാരിച്ചു വേണം. ഇത് ഇങ്ങനെ അടിസ്ഥാനപരമായി മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വെള്ളി വെളിച്ചം കാണാണ്. അങ്ങനെ വെള്ളി വെളിച്ചം കാണാൻ വേണ്ടി പല ശ്രമം നടത്തി. മുഹമ്മദ് സാഹിബ് പറഞ്ഞ പോലെ ഒരു പൂവിൻ്റെ ആത്മാവിനെ അറിയാൻ പല പൂവിനെ നശിപ്പിച്ചു പറഞ്ഞ പോലെ അങ്ങനെ പല ശ്രമം നടത്തിയെങ്കിലും അതൊന്നും ഒരു പൂർണ്ണയിലെത്തില്ല. ഇത് ഏതാണ്ട് പൂർണ്ണയിലെത്താണെന്ന് മാത്രമല്ല, ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുപോലെ ജാതിക്കും മതത്തിനും അധികമൊന്നും പറഞ്ഞാൽ ഇപ്പോൾ അർത്ഥമില്ല. ജനാധിപത്യവും സോഷ്യലിസവും, മതേതരം പറഞ്ഞാൽ അർത്ഥമല്ല. ജനാധിപത്യ സോഷ്യലിസം ഉണ്ടെങ്കിൽ അവിടെ മതം തന്നെ ഉണ്ടാവും. പിന്നെ മതേതരത്വം പറയേണ്ടതല്ല. അതാണ് അന്നത്തെ നമ്മുടെ പൂർവികരെ ഭരണാധികാരികൾ ഭരണഘടനാ വിദഗ്ധർ പ്രത്യേക മതേതരം എന്ന് കൊടുക്കായിരുന്നത്. ജനാധിപത്യവും സോഷ്യലിസവും നിലപാടുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും പിന്നീട് മതേതരം പറയേണ്ട ആവശ്യമില്ല. അത് രണ്ട് പൂർണ്ണതയാണ്. സോഷ്യലിസം വന്നാൽ സാമ്പത്തിക പൂർണ്ണത, ജനാധിപത്യത്തിൽ സാമുദായിക പൂർണ്ണത, പിന്നെ മറ്റൊരു മതേതരത്വമാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ജനാധിപത്യത്തിനും സോഷ്യലിസത്തിനും മുറുകെ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരിക്കും ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ്. ഇതിൽ ഞങ്ങൾ ചർച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറയുന്നത് 18 വയസ്സാണ് വോട്ട് അധികാരമെങ്കിലും ഇതിൽ മെമ്പർഷിപ്പ് ആകാൻ 16 വയസ്സ് കഴിഞ്ഞ് ഏതൊരു ഇന്ത്യൻ പൗരനും അംഗമാകാനുള്ള സാധ്യതയാണ് ഭരണഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കാര്യമുള്ളൂ. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു സംരംഭത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലേക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ പലരും തോന്നുന്നു, 10-77 വയസ്സായാലും താൻ ഇപ്പോഴും ഇത് പറഞ്ഞ് നടക്കാണോ?
ശരിയാണ്, ആ ചോദ്യം തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ വയസ്സായി എന്ന് ചോദിച്ചാൽ നമ്മൾ ഭീരുവാകനോ വഴി മാറാൻ പറ്റില്ല. പക്ഷേ എങ്കിലും മരണത്തെ നമ്മൾ മുന്നിൽ കാണും. ഇപ്പം നമ്മൾ ഇത്രയൊക്കെ ഇപ്പോൾ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്, ദിവസം അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, പ്രായത്തെക്കാൾ ഉപയോഗിച്ച് ഓടിപ്പോൾ. അപ്പോൾ സുപ്പാതിയിൽ ഇപ്പോൾ ജീവിതം തീർന്നിരിക്കുക. അപ്പോഴും ചിലവ് വിചാരിക്കാം, അയാൾ എന്തൊരു ഓട്ടവും ചാട്ടമൊക്കെ ഇത് കണ്ടില്ലേ, തീർന്നല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അത് കുറ്റം പറയാനൊക്കില്ല. അത് സംഭവിക്കാതിരിക്കാം. അതൊന്നും നമ്മൾ ബാക്കിയല്ല. നമ്മൾ മുന്നോട്ട് പോകുക. അത് ഞാൻ പണ്ട് ഉദാഹരണം പറഞ്ഞ പോലെ രാജാവ് മാവ് നെയ്യ് കുഴിച്ചിട്ട് പറഞ്ഞ കാര്യമില്ല, അതുപോലെ മുന്നോട്ട് പോവുക. അതുപോലെ പക്ഷേ ആരെയും നമ്മൾ സഹായിച്ചില്ലെങ്കിൽ ദ്രോഹിക്കാതിരിക്കുക. അതിന് ഇക്കാലത്ത് ഒരു ഇക്കാലത്തൊരു വലിയ ആശ്വാസമാണ്. എന്തെങ്കിലും സ്വാധീനം ഉണ്ടെങ്കിൽ അവനെ പരമാവധി ജനങ്ങൾ ദ്രോഹിക്കുകയാണ്. അതൊക്കെ മാറ്റി നിർത്തി ഇങ്ങനെ ഒരു പരിപാടിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നവർക്ക് ഇതേക്കുറിച്ച് ഇന്ന് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും ഇത് നമ്മുടെ പാർട്ടിയിൽപ്പെട്ട എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും യോഗത്തിൽ പങ്കെടുത്താണ്. ഇനി ആരെങ്കിലും ക്ഷണിക്കാൻ നോമ്പ് കാലത്ത് വരാൻ പറ്റില്ല, അവർക്ക് കൂടി പ്രത്യേകം നിന്ന് അറിയിക്കുകയാണ്. നിങ്ങൾ എല്ലാവിധ സഹായ സഹകരണം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇത് വ്യക്തിപരമായിട്ട് കാര്യമായതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കില്ല. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.